അരുൺകുമാർ, മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് കളവാണ് എന്നത് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണോ? അതായത് മുഖ്യമന്ത്രി പറയുന്നത് 2021 ആ ചിത്രം പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവരെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കിവരെ അറിയാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. സാധാരണ പറയുന്ന ഒരു തിരക്കിൽ വന്നെടുത്തു പോയ സെൽഫിയോ മറ്റോ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് അന്ന് പറഞ്ഞിരുന്നുമില്ല. 2023 പശ്ചാത്തലമൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് അദ്ദേഹം ആ വാദമാണ് എടുത്തത്. പലപ്പോഴും പലരും വന്ന് ഫോട്ടോ എടുക്കും എന്ന് പറയുന്ന ആ ആർഗ്യുമെൻറ്റിൽ നിന്നുകൊണ്ടാണ് 2021 പുറത്തു വന്ന ചിത്രത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ അത് ഒരു തരത്തിൽ മാറ്റിപ്പറയലാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും നേരത്തെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണവും വെച്ച് എന്താണ് അരുണിന് പറയാനുള്ളത്? ഇതിൽ അസ്വാഭാവികമായ പൊരുത്തക്കേടുകളുള്ള വിശദീകരണമാണോ മുഖ്യമന്ത്രിയുടേത്? ശരത്തെ, ഈ കേസ് ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പോലീസ് പിടിച്ച കേസുകളിൽ വെച്ച്, പ്രത്യേകിച്ച് രാസലഹരി, MDMA, കഞ്ചാവ് അടക്കമുള്ള നിരോധിത ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ ഏറ്റവും വലിയൊരു കേസാണ്. കാരണം MDMAയുടെ 1 ഗ്രാമാണ് അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് സ്മോൾ ക്വാണ്ടിറ്റി. 1 ഗ്രാം മുതൽ 9 ഗ്രാം വരെ അത് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയാണ്. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാലോ, 10 ഗ്രാം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ 14 ഇരട്ടിയാണ് ഇതിൽ പ്രതികളിൽ നിന്ന് പിടിച്ചത്. മനസ്സിലാക്കുന്നതും പോലീസ് തന്നെ പറയുന്നത് ഏകദേശം 1/2 കിലോയോളം, അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ ഒരു 50 ഇരട്ടിയോളം MDMA ഇവർ 6 ജില്ലകളിലായിട്ട് വിതരണം ചെയ്തു. 5 ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൺവീനർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ച് മറ്റു പരിശോധനകൾ ഒഴിവാക്കി അവസാന ജില്ലയിൽ വെച്ച് പോലീസ് പിടിച്ചു. മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പിടിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ആദ്യം പുറത്തു വന്ന വാർത്ത, ഒരു സംഭവം സീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കേസ് അറസ്റ്റ് രേഖപ്പെടുത്തി അതിൻ്റെ തൊണ്ടി മുതൽ ആയ MDMA സീസ് ചെയ്യുമ്പോൾ ആ സംഭവം കണ്ട പ്രദേശത്തുകാരായ സാക്ഷികളെയാണ് ഐ വിറ്റ്നസ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ വളരെ ദൂരെയുള്ള കോൺഗ്രസ് ഓഫീസിൽ നിന്നും വിളിച്ചു വരുത്തിയ ആ പ്രദേശവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഈ കേസിലെ സാക്ഷികളാക്കി മാറ്റിയതുൾപ്പെടെ നിരവധി വാർത്തകൾ വന്നു. പിന്നീട് ഈ കേസ് പിടിച്ചതിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറെ മാറ്റി, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മാറ്റി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ പരിശോധന നടത്തരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം വന്നു. ആ ഫോണിലുള്ള കോൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസാക്ഷൻ, സാമ്പത്തിക ട്രാൻസാക്ഷൻ, ഇതിലേക്കുള്ള പണം മുടക്ക്, പ്രതികളിൽ ചിലരുടെ വിദേശയാത്ര, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം രാസലഹരി ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൊബൈലിലുള്ള വിവരങ്ങൾ, ഇവയെല്ലാം ഒന്നുകിൽ പരിശോധിക്കരുത്, അല്ലെങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ആക്കി വയ്ക്കണം, മറ്റ് തരത്തിലുള്ള സാങ്കേതിക പരിശോധനയ്ക്ക് ഫോൺ അടക്കം കൊടുക്കരുത് എന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നു. ഇപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രിയോട് നിരവധി ചോദ്യങ്ങൾ വന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് നവകേരള മാർച്ചിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. ആ പരിക്കേറ്റ വിവരം കിട്ടിയപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചു, അതിനുശേഷം അങ്ങോട്ട് വീട്ടിൽ പോയി, ഒരു തവണ ഇങ്ങോട്ട് വന്നു എന്ന രൂപത്തിൽ ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് പറഞ്ഞത്. നമുക്കറിയാം 2023 ഡിസംബർ മാസത്തിലാണ് ഇത്തരത്തിൽ നവകേരള മാർച്ച് 24 ആ ഒരു ഘട്ടത്തിൽ ഉള്ള ഫോട്ടോസ് അല്ലല്ലോ പുറത്തു വന്നത്. ഫോട്ടോ പുറത്തു വന്ന് 2021 മുതലല്ലേ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 5 കൊല്ലം രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ വീക്ഷണവുമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനം. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഞങ്ങൾക്ക് കുറേ ഗുണവും ഉണ്ടായി എന്നാണ് അടുത്ത വാചകം പറയുന്നത്. എന്താണ് MDMA കേസിലെ പ്രതിക്ക് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ നിന്നും ഗുണം കിട്ടുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടുന്നത് എങ്ങനെയാണ്? അതായത് ഞങ്ങളുടെ കച്ചവടത്തിന് പറ്റിയ അന്തരീക്ഷം കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കി തന്നു, 3 മാസമായിട്ട് മുഖ്യമന്ത്രി ഉണ്ടാക്കി തന്നു എന്നതല്ലേ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് പറയുന്നു പലരും ഫോട്ടോ എടുക്കും. എന്ത് ചെയ്യും മുഖ്യമന്ത്രി അന്നത് പറയാത്തത്? അന്ന് കൃത്യമായി പറഞ്ഞല്ലോ, നവകേരള മാർച്ചിൽ വെച്ച് ഗുരുതരമായി പരിക്കേറ്റു, അത് കള്ളം, അങ്ങനെ പരിക്കേറ്റിട്ടില്ല. സ്വയം ഒറ്റയ്ക്ക് നിന്ന് കരിങ്കൊടി ഉയർത്തി കാണിക്കുന്ന പടം, വീഡിയോ അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്, പ്രതി തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണോ? വീട്ടിൽ ഉള്ളപ്പോൾ ധരിക്കുന്ന ഡ്രസ്സ്, ടീഷർട്ട് അടക്കമുള്ള ലുങ്കി മുണ്ട് ഉൾപ്പെടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള സമയത്ത് വരെ ഈ പ്രതിയുമായിട്ട് സമയം ചെലവഴിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? കോഴിക്കോട് വച്ച് നടന്ന പല ചടങ്ങുകളിലും നമുക്കറിയാം, പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോമ്പ് തുറയിലടക്കം അവിടെ പ്രധാനപ്പെട്ട കസേരയിൽ ഇരുന്ന ആ പരിപാടിയുടെ സംഘാടകനായിട്ട് മാറുന്നത് ഈ MDMA കേസിലെ പ്രതിയല്ലേ.
ഓരോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും MA-കാരുണ്ടാവും, MSc-കാരുണ്ടാവും, MD-കാരുണ്ടാവും, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ടാവും. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MDMA-കാരാണ്, ഇത് രണ്ടും കൂടെ ചേർന്നയാളാണ്, MDMA-കാരാണ് വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എത്ര നുണ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാലും കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ കേസിലെ പ്രതികളുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു, നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചുമതലയുണ്ടായിരുന്നു, മറ്റ് പല രംഗങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ, കൈരളി ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട വാർത്തകൾ വരെ മെറ്റയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പം മെറ്റയുടെ എക്സ്പ്ലനേഷനൊക്കെ വന്നു. ഇതിനിടയിൽ ചില ചാനലുകൾ നുണ പ്രചരിപ്പിക്കുകയാണ്. കാരണം സാങ്കേതിക പ്രശ്നമാണ്. ഒന്നെങ്കിൽ കോടതി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ മെറ്റ ഒരു ഇന്റർമീഡിയറി എന്ന രൂപത്തിലുള്ള വാർത്ത അവർ തന്നെ സംപ്രേഷണം ചെയ്തത് ഡിലീറ്റ് ചെയ്യുകയുള്ളൂ. അപ്പം അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു, വലിയ ഇടപെടലുകൾ നടക്കുന്നു, സത്യം മറച്ചു വയ്ക്കാൻ, അതേപോലെ ഈ കേസിന്റെ ശരിയായ ഇൻവെസ്റ്റിഗേഷനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുന്നു. നാർക്കോട്ടിക് ബ്യൂറോയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇത്തരം ഗുരുതരമായിട്ടുള്ള കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം ഒരിടത്തുനിന്നും വരുന്നത് നാം കാണുന്നില്ല. കാരണം കേന്ദ്രത്തിന് അരോചകമായിട്ടുള്ള ഒന്നും സംസ്ഥാനവും പറയില്ല, സംസ്ഥാനത്തിന് അരോചകമായിട്ടൊന്നും കേന്ദ്രവും പറയില്ല. അവരെല്ലാം ഒറ്റ ചങ്ങാതിമാരായിട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ളത്.